വേദപുസ്തകത്തിൽ പറയുന്നു, അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നുകൊണ്ടോ വെള്ളികൊണ്ടോ അല്ല, യേശുക്രിസ്തു എന്ന കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ് അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. ഈ പാപിയായ മനുഷ്യനെ വിടുക, ഞാൻ എൻ്റെ പ്രാണനെ തരാം. കർത്താവേ, നീ പാപികളായ മനുഷ്യരെ ഇത്രത്തോളം സ്നേഹിക്കുന്നു, എന്നാൽ അവർ നല്ലവരല്ല. എനിക്കറിയാം, അവരിൽ യാതൊരു നന്മപ്രവൃത്തിയും ഇല്ല, അത് എനിക്ക് അറിയാം. അവർ രാവിലെ ഉണർന്ന വൈകുന്നേരം കിടക്കാൻ പോകുന്നവരെ ചെയ്യുന്നതെല്ലാം പാപപ്രവൃത്തികളാണ്. എനിക്കറിയാം. ഒരുപക്ഷെ നീ ഇത്രത്തോളം സ്നേഹിച്ച് അവർക്ക് വേണ്ടി നിന്റെ ജീവനെ കൊടുക്കുമ്പോൾ നാളെ ഒരുപക്ഷെ അവർ നിന്നെ വിശ്വസിച്ചില്ലെങ്കിലോ, നിന്നെ കൈക്കൊണ്ടില്ലെങ്കിലോ, നിന്നെ സ്വീകരിച്ചില്ലെങ്കിലോ, എങ്കിലും സാരമില്ല, അവരുടെ പ്രാണനെ മാത്രം നീ വിട്ടുകളഞ്ഞാൽ മതി. ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സഹോദര, യേശു കർത്താവ് നിന്നെയും എന്നെയും മോചിപ്പിക്കുവാൻ പരിശുദ്ധമായ തൻ്റെ രക്തത്തെ വിലയായി കൊടുത്തു. അതുമാത്രമല്ല, അവൻ എന്നെയും നിങ്ങളെയും വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുന്നു. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ദൈവത്തിനു വേണ്ടി മനുഷ്യനെ വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിനവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കിവച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. സകല ഭാഷയിൽ നിന്നും, സകല ദേശത്തിൽ നിന്നും, സകല വംശത്തിൽ നിന്നും പാപം നിറഞ്ഞ ആളുകളായിരുന്ന നമ്മെ യേശു കർത്താവ് വിലയ്ക്ക് വാങ്ങി. എങ്ങനെയാണ് വാങ്ങിയത്? തൻ്റെ പ്രാണനെ മറുവിലയായി കൊടുത്തുകൊണ്ട് വാങ്ങി. അതോർക്കുക പ്രിയ സഹോദര സഹോദരി, നീ വളരെ വിലയേറിയവനാണ്. നീ വളരെ മൂല്യമുള്ളവളാണ്. നീ വിചാരിച്ചേക്കാം നിന്റെ ജീവിതത്തിൽ നിനക്കൊരു വിലയുമില്ല. നീ ചിന്തിക്കും നിന്നെക്കൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല. നീ ചിന്തിച്ചേക്കാം നിനക്ക് മരിച്ചാൽ മതിയെന്ന്. എനിക്ക് തന്നെ എന്നെക്കൊണ്ട് പ്രയോജനമില്ല, ഞാനിങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് നീ ചിന്തിക്കുന്നു. എന്നാൽ നീ വാസ്തവത്തിൽ വളരെ വളരെ വിലയുള്ള വ്യക്തിയാണ്. എത്ര വിലയുള്ള വ്യക്തിയാണെന്നറിയാമോ? ഈ ലോകത്തിൽ അത്ഭുത കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്, ദൈവത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം ആദ്യം പ്രവാചകന്മാരെ അയച്ചു, ദൈവദാസന്മാരെ അയച്ചു. അവരിൽ കൂടി ദൈവം അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തു, മഹാകാര്യങ്ങൾ ചെയ്തു, ആശ്ചര്യകാര്യങ്ങൾ ചെയ്തു. എന്നാൽ എപ്പോഴാണോ ദൈവം നശിച്ചുപോകുന്ന മനുഷ്യനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചത്, നശിച്ചുപോകുന്ന ആളുകളെ രക്ഷിച്ചെടുക്കണം, അവരുടെ പാപത്തിൽ നിന്നും അവരെ വിടുവിച്ചെടുക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചതായ സമയത്ത് അവൻ പ്രവാചകന്മാരെ അയച്ചില്ല. ശുഭവാർത്തകളെ അറിയിക്കുവാൻ ഗബ്രിയേൽ ദൂതനെ അയച്ചിരുന്ന ദൈവം ഗബ്രിയേൽ ദൂതനെ അയച്ചില്ല. നശിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന എന്നെയും നിന്നെയും രക്ഷിക്കുവാനായിട്ട്, നമ്മെ വിടുവിച്ചെടുക്കുവാനായിട്ട് ദൈവം തൻ്റെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുവാനിടയായി. കാരണമറിയാമോ? നിന്നെ വിലയ്ക്ക് വാങ്ങുവാൻ. യേശു എങ്ങനെയാണ് നിന്നെ വിലയ്ക്ക് വാങ്ങിയത്? തന്നെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, തൻ്റെ ജീവിതത്തെ തന്നെ മറുവിലയായി കൊടുത്തുകൊണ്ട് ദൈവം എന്നെയും നിന്നെയും വിലയ്ക്ക് വാങ്ങുവാൻ ഇടയായി. ഇനിയും ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, സകല മാലിന്യത്താലും പാപത്താലും നിറയപ്പെട്ടതായ നിന്നെ ഒരു തട്ടിൽ വച്ചിരിക്കുന്നു. ഒരു പാപവും അറിയാത്തവനായ കർത്താവ് യേശുക്രിസ്തുവിനെ മറ്റൊരു തട്ടിൽ വച്ചിരിക്കുന്നു. ഇപ്പോൾ ആരാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും വിലയുള്ളതായ വ്യക്തി, അല്ലെങ്കിൽ തൂക്കമുള്ളതായ വ്യക്തി? ഒരു വശത്ത് നീ, മറുവശത്ത് യേശു കർത്താവ്. രണ്ടുപേരെ നിർത്തിയിട്ട് ആരെയാണ് വേണ്ടതെന്ന് തീരുമാനിക്കുക എന്ന് ചോദ്യം ചെയ്തപ്പോൾ ദൈവം ആരെ തിരഞ്ഞെടുത്തുവെന്നറിയാമോ നിനക്ക്? പാപപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് എല്ലായ്പ്പോഴും ദൈവത്തെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിന്നെ നോക്കിയിട്ട്, ഒരു പാപവും അറിയാത്തവനായ തൻ്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തുവിനെ നോക്കിയിട്ട്
ഇവരിൽ 2 പേരിൽ ഒരാളെ വിടുവിക്കണം, മറ്റൊരു വ്യക്തിയെ ക്രൂശിന് ഏൽപ്പിച്ചു കൊടുക്കണം, മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. ആരെയാണ് വിടുവിക്കുന്നത്, ആരെ ക്രൂശിന് ഏൽപ്പിച്ചു കൊടുക്കും എന്ന ചോദ്യം ദൈവത്തോട് ചോദിച്ചാൽ ആ ദൈവത്തിൻ്റെ മറുപടി എന്താണെന്നറിയാമോ? പാപപ്രവൃത്തി ചെയ്തു വന്നിരുന്നതായ നിനക്ക് ക്ഷമ നൽകിക്കൊണ്ട് ഒരു പാപവും അറിയാത്തവനായ യേശുക്രിസ്തുവിനെ ക്രൂശിന് അവൻ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവം അത്രത്തോളം നിന്നെ സ്നേഹിച്ചു. നമുക്കിതോർക്കാം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു തിരിച്ചറിവോടുകൂടി നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ നിങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുക. അതുപോലെ നിങ്ങളായിരിക്കുന്ന ഇടത്തൊക്കെയും ക്രിസ്തുവിൻ്റെ സാക്ഷിയായി അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിട്ട് ജീവിക്കുക. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, ഞങ്ങൾ അങ്ങേ ഓർമ്മിക്കുകയാണ്. നിന്റെ സ്നേഹത്തെയും ക്ഷമയെയും നിന്റെ ക്രൂശിനെയും ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റുവാങ്ങിയ അടികളെയും എല്ലാം കർത്താവെ ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങളെ വിടുവിക്കുവാൻ വേണ്ടിയാണ് നീ മരിച്ചത്. ഞങ്ങളെ വിടുവിക്കുവാൻ വേണ്ടിയാണ് നീ ശിക്ഷയ്ക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുത്തത്. കർത്താവെ, നിന്നിൽ വിശ്വസിച്ചിടറിപ്പോകാതെ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്നെ തന്നെ സേവിക്കുവാനുള്ളതായ കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. ശിരസ് മുതൽ പാദം വരെയും കർത്താവെ നിന്റെ വിശുദ്ധ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ. അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ ചെയ്തതായ സകല പാപങ്ങളെയും ക്ഷമിക്കണമേ എന്ന്, നിത്യവും നിനക്ക് പ്രസാദകരമായി ജീവിക്കുവാനുള്ളതായി കൃപ നൽകണമേ എന്നും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.